ഹായ് ഓൾ, ഇത് ഈ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോയാണ്. ഇന്നത്തെ ഇത് ഒരു ലേസി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്ലോ മോർണിംഗ് ആണ്. ഇന്ന് എഴുന്നേറ്റത് തന്നെ അത്യാവശ്യം നല്ല ലേറ്റായി. എഴുന്നേറ്റ പാടെ ഒരു ചായയൊക്കെ കുടിച്ച് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി. സ്ലോ മോർണിംഗ് ആയതുകൊണ്ട് നല്ലോണം ആസ്വദിച്ച് തന്നെ ചായ കുടിക്കാമെന്ന് കരുതി. ഇവിടെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വീട് നിൽക്കണേ. അപ്പോൾ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന സൗണ്ടാണ് മിക്കവാറും വീഡിയോസിൽ നല്ലോണം കേൾക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ അത്യാവശ്യം എന്നെ ഹാപ്പിയാക്കും പോലെ കുറച്ച് വ്യൂസ് കിട്ടിയ ഒരു കോൺഫിഡൻസിലാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും ഒരു ഓൺ വോയിസ് വീഡിയോയും കൂടി ചെയ്യാമെന്ന് കരുതിയത്. ഇതിപ്പോൾ എന്താകും, എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും വലിയ ഐഡിയ ഇല്ല എനിക്ക്. പക്ഷേ എന്തായാലും മുന്നോട്ട് ഇറങ്ങിത്തിരിച്ച സ്ഥിതിക്ക് മുന്നോട്ട് തന്നെ പോകാമെന്ന് കരുതി. ഇനി പുറകോട്ട് തിരികെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇതുവഴി വന്നു പോവുകയും ചെയ്തു. എന്തായി തീരും തൊട്ട് അറിയത്തുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണിപ്പോൾ. നിലവിൽ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് അത്യാവശ്യം ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് കരുതി. ഇതങ്ങനെ 24/7 ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ബട്ട് വൃത്തിയാക്കി വെക്കുന്ന സമയത്ത് കഴിവതും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ശ്രമിക്കാറ്. പക്ഷേ വൃത്തിയാക്കുന്നത് പോലെ ഈസി അല്ലല്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത്. പിന്നെ മൂടും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് വൃത്തിയാക്കി വെക്കാനും ഭയങ്കര പ്രയാസം തന്നെയാണ്. അത് കുട്ടികളുള്ള വീട്ടിലെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്കാണെങ്കിൽ വീട് വൃത്തിയാക്കി വെക്കുമ്പം തന്നെ ഭയങ്കര ഒരു സമാധാനമാണ് കിട്ടാറ്. ഒരു തരം സെൽഫ് ലവ് പോലെയാണ് എനിക്കത് ഫീൽ ആവാറ്. ഭയങ്കര ഒരു എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ഫീലാണ് വീട് വൃത്തിയാക്കി കഴിയുമ്പം തന്നെ. അത് ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കുമല്ലേ. ഇന്ന് വൃത്തിയാക്കി ചോറ് കഴിക്കാൻ തന്നെ മറന്നു പോയിരുന്നു. പിന്നെ മോള് ഒന്ന് വിളിച്ചപ്പോഴാണ് ചോറ് കഴിക്കുന്ന കാര്യം തന്നെ ഓർത്തത്. അങ്ങനെ അവൾക്കും കൊടുത്തു, ഞാനും കഴിക്കാമെന്ന് കരുതി. അന്നേരമാണ് കാർട്ടൂൺ വെച്ച് കൊടുത്തെങ്കിലേ ചോറ് കഴിക്കൂ എന്നുള്ള ഡിമാൻഡ്. ശരി, ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് എപ്പോഴും കാർട്ടൂണൊന്നും കാണാനും പറ്റാറില്ലല്ലോ. ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ കാർട്ടൂണൊക്കെ കണ്ടിങ്ങനെ ചോറ് കഴിക്കാൻ അവൾക്കും പറ്റാറുള്ളൂ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകാമെന്ന് കരുതി ഫോൺ നോക്കി കുറച്ച് സമയമായിരുന്നു. കുറച്ച് ജോലികളും ഒക്കെ ഉണ്ടായിരുന്നു ബാക്കി പെൻഡിങ്ങിൽ, അതൊക്കെ ചെയ്യാമെന്ന് കരുതി. പിന്നെ ചൂലെടുക്കുമ്പം തന്നെ പുറകിൽ നിന്ന് ഓടി വരും, ഞാൻ വൃത്തിയാക്കിക്കോളാമെന്നും പറഞ്ഞ്. പിന്നെ അവളുടെ കൂടെ അടികൂടി പിടിച്ച് വേണം ബാക്കി വൃത്തിയാക്കാനായിട്ട്. പിന്നെ എണ്ണ തേച്ച് കുളിപ്പിക്കാമെന്ന് കരുതി. വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ എണ്ണ തേച്ച് വിശാലമായിട്ടുള്ള കുളിയൊക്കെ സാധിക്കാറുള്ളൂ. ഇപ്പോൾ പുതിയതായിട്ട് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ബഹളമാണ് ആ കാണിക്കുന്നതൊക്കെ. അവൾ സ്കൂളിൽ പോയി പഠിക്കുന്നതൊക്കെ വീട്ടിൽ വന്ന് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം, അതാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി. എപ്പോഴും ഇങ്ങനെ ഡാൻസ് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മളും അത് ഇമിറ്റേറ്റ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ സ്വഭാവമൊക്കെ അങ്ങ് മാറും. അവളെ കുളിപ്പിച്ച് ഒരുക്കിയിട്ടായിരുന്നു ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയി. കുളിച്ച് എന്നും ഇങ്ങനെ സമാധാനത്തിൽ നിന്ന് കുളിക്കാനുള്ളൊരവസരമൊന്നും എനിക്കും കിട്ടാറില്ല. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കുളിക്കാൻ പറ്റാറുള്ളൂ. അല്ലെങ്കിൽ എന്നും ധൃതി പിടിച്ച ഓട്ടമാണ് രാവിലെ തൊട്ടേ. കുളിയൊക്കെ കഴിഞ്ഞ് ഈ ബാൽക്കണിയിൽ വന്നിങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പ്രത്യേകിച്ച് നല്ല കാറ്റൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും. പിന്നെ അവിടെ ഇരുന്നാൽ തന്നെ ഈ ഏരിയയിലുള്ളതെല്ലാം കാണുകയും ചെയ്യാം. അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞത് കണക്ക് എവിടെ ചെന്ന് അവസാനിക്കും, എന്താകും എന്നൊന്നും വലിയ ഐഡിയ എനിക്കില്ല. പക്ഷെ എന്തായാലും മുന്നോട്ട് തന്നെ പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ എപ്പോഴും പാസ് ചെയ്ത് പോകാറുണ്ടെന്ന്. പിന്നെ ഇതുവരെ കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാം ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.